കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, സാമ്പത്തിക ചൂഷണം എന്ന് പറയുന്ന ഒരു സംഗതി, അത് എന്തിന്റെ പേരിലായാലും, അവിടെ ഞാൻ ഒന്നുകൂടി പറയാണ്, AP വിഭാഗം നടത്തുന്ന സ്ഥാപനങ്ങൾ പലതും അതിന്റെ കണക്കുകൾ പോലും പരിശോധിക്കപ്പെടാൻ അനുവദിക്കാത്ത രൂപത്തിലാണ് പലതും പോകുന്നത്. കോഴിക്കോട് ജില്ലയിൽ കമ്മിറ്റിയിൽ ഏതോ ഒരാൾ കണക്ക് ചോദിച്ചതിന് അയാളെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയത്ര. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അതിനല്ലേ കണക്ക് നോക്കാൻ. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ ആളുകൾ ഒന്ന് പറയും, ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഞാൻ പറയുന്നത്, അപ്പോ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചോദിക്കാം, ഇയാളോട് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ തിരികേശ വിവാദത്തിലേക്ക് താങ്കൾ പോകാൻ പാടില്ലായിരുന്നല്ലോ, നേരത്തെ നടന്ന ഒരു ചോദ്യത്തിന്റെ ബാക്കിയിലായി. അപ്പൊ മറുപടി, ഞങ്ങൾ ഒരു വിവാദത്തിലേക്കും പോയിട്ടില്ലല്ലോ, ഞങ്ങൾ ഇവിടെ മർക്കസ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവരാണ്. മർക്കസ് കൊത്തിക്കോരി കളയേണ്ടതാണെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയുമോ? പ്രവാചകന്റെ കേശം എന്നത് വെറും നാടൻ കേശമല്ല, അത് തിരികേശം തന്നെയാണ്. അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു എന്നല്ലാതെ ഞങ്ങൾ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. ഇനി പറയുന്ന ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. നോട്ടീസ് അടിക്കുകയോ പ്രചാരണം നടത്തുകയോ ചെയ്തിട്ടില്ല. ഒരു കൂട്ടർ തിരികേശത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ മറുപടി പറയാൻ ഞങ്ങൾ നിർബന്ധിതരായതാണ്. അതായത് തിരികേശം വെച്ച് ഞങ്ങൾ നോട്ടീസ് അടിച്ചിട്ടില്ല, പ്രചരണം നടത്തിയിട്ടില്ല എന്നാണ്. സിറാജിൽ വലുതാക്കി കൊടുത്തിട്ടുണ്ടാവുള്ളൂ, പിന്നെ നോട്ടീസ് ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ പേരിൽ ഒരു പ്രചരണവും നടത്തിയിട്ടില്ലെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് കാര്യത്തിൽ പോലും പറയുന്നത്. എന്ന് മാത്രമല്ല, പിന്നെ പറയാണ് തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല. പള്ളി ഉണ്ടാക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പള്ളി ഉണ്ടാക്കാൻ അതിന്റെ ആവശ്യമില്ല. അപ്പോ ഈ പത്രക്കാരന്റെ ചോദ്യം, തിരികേശ പള്ളി എന്ന ഒരു ആശയം ഇല്ലെന്നാണോ? തിരികേശ പള്ളി എന്ന ഒരു ആശയം ഇല്ലെന്നാണോ? അപ്പൊ മറുപടി, അങ്ങനെ ഒരു പള്ളിയില്ല. പള്ളികൾ പലതും ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്നിൽ തിരികേശം സൂക്ഷിച്ചു എന്ന് വരാം, അത് ഉറപ്പില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നാ പിന്നെ ആ മർക്കസിലെ ഒരു പള്ളി, മസ്ജിദുൽ ഹാമിലി, അവിടെ വെച്ചാ പോരേത്? അപ്പൊ ഈ വിഷയം വളരെ കൃത്യമായി ഞാൻ പറയുന്നു. ഞങ്ങളത് പറയാൻ കാരണം, എത്രയോ സ്ഥലത്ത് നിങ്ങൾക്കറിയാലോ ഇതിന്റെ കൂപ്പൺ, ഞങ്ങളൊക്കെ പ്രസംഗിക്കത്തിന് പോകുമ്പോ തന്നെ കൂപ്പണായിട്ടാ പോവല്. കാരണം എന്താ, അവിടുന്ന് ആരെങ്കിലും സ്പെഷ്യലായിട്ട് പെട്ടെന്ന് വേണ്ടി വന്നാൽ അപ്പൊ തന്നെ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് അത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പൊ പറയാണ് ഞങ്ങൾ അങ്ങനെ ഒരു തിരികേശ പള്ളി എന്ന് ഉദ്ദേശിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു പള്ളി, അപ്പള്ളിയിൽ എവിടെങ്കിലും ഇത് കൊണ്ടുപോയി വെക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനീ സമൂഹത്തോട് ഇത് പറഞ്ഞു? ഇത് സമൂഹം വായിക്കുന്നവരല്ലേ. അപ്പോ ഓരോ വിഷയത്തിലും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ സനത് തൊട്ട് ഇതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് മനസ്സിലാവും. ഇനി ഞാൻ അവിടെ ഒന്നുകൂടി പറയാം. ഇപ്പോ കോഴിക്കോട്ടെ പ്രസംഗത്തിൽ രാമന്തലിയെ വിമർശിച്ചു. അവിടെ പറഞ്ഞ വിഷയം പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ